ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഓണം പരിപാടിയായിട്ട് ഇക്കാൻ്റെ ഓഫീസിലേക്കാണ് കേട്ടോ പോണത്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഓണം പരിപാടിക്ക് ഞാൻ പോണത്. അപ്പോൾ ഇക്കാൻ്റെ ഓഫീസിൽ പരിപാടി വെച്ചപ്പോൾ ഇക്ക എന്നെ കൊണ്ടുപോകണം കേട്ടോ. ഞാൻ അസാനെ വിട്ടിട്ടാണ് പോയത്. അപ്പോൾ അവനെ കൊണ്ടുപോയിട്ടില്ല, അയ്യാനെ മാത്രമാണ് പോയത്. ഞങ്ങൾ പോകുമ്പോഴേക്കും തന്നെ അവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടോ. പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇക്കാൻ്റെ സാറുമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമായിരുന്നു. അവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓണം പരിപാടികൾ അടിപൊളിയായിരുന്നു. പിന്നെ സദ്യ കഴിച്ചു കേട്ടോ. സദ്യ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കണത് കേട്ടോ. എന്നിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ ഓഫീസിൽ ഞാൻ കുറച്ച് പോയി കണ്ടു വന്നു കേട്ടോ. കുറച്ചൊക്കെ താഴെ പോയി നോക്കി, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ഇരുന്നു. പിന്നെ ഇക്ക വന്ന ശേഷം ഇക്ക കഴിക്കാണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പരിപാടികൾ തുടങ്ങിയത്. കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ കുട്ടികളും മിക്കയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാൻ ഒന്നിലും പോയില്ല കേട്ടോ. ഞാൻ മാന്യമായിട്ട് മാറി നിന്നു. പിന്നെ അയാന് കുറച്ചിലൊക്കെ പങ്കെടുത്തു കേട്ടോ. ഒന്നിൽ വിജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടി. ഇനി ഇക്ക സുന്ദരിക്ക് പൊട്ട് തൊടലിൽ ആദ്യം ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടാ. അതൊക്കെ നന്നായിട്ട് ചെയ്യുമല്ലോ നമ്മുടെ ഇക്ക. അങ്ങനെ പ്രൈസും അങ്ങനെ ഞങ്ങൾ വീടെത്തിയപ്പോൾ അത്രയേ ഉള്ളൂ. ഇക്കാക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അത്രയേ ഉള്ളൂ. ബൈ.